ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയാണ് ആട് 3. ആടിന്റെ ഫ്രാഞ്ചൈസി മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ വന്ന ആടിന്റെ ഫ്രാഞ്ചൈസി വന്ന മൂന്നാമത്തെ പാർട്ടാണ്. ജയസൂര്യ, ഷാജി പാപ്പനായിട്ട് ജയസൂര്യ വീണ്ടും എത്തുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ജോൺ ലൂതറിന് ശേഷമാണ് ജയസൂര്യ ബിഗ് സ്ക്രീനിലേക്ക് ഒരു പടത്തിലേക്ക് അഭിനയിക്കുന്നത്. കുറേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വന്നത്. ആട് 1 ഒരു പരാജയത്തിലാണ്, പക്ഷേ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ ഡിജിറ്റൽ റേറ്റ് വന്നതിന് ശേഷം ജനങ്ങൾ ഏറ്റെടുക്കുകയും രണ്ടാമത്തെ പാർട്ട് നല്ലപോലെ സക്സസ് ആവുകയും ചെയ്തു. പക്ഷേ മൂന്നാമത്തെ പാർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ ലെങ്തുള്ള ഈ സിനിമ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ ഈ അടുത്താണ് കണ്ടത്. ഒരു 15 മിനിറ്റ് പോലും ഫണ്ണായിട്ടുള്ള ഒരു എലമെന്റ്സും ഈ പടത്തിലില്ല. കാരണം ആട് എന്ന് പറയുന്ന സിനിമ നമ്മൾ ലോജിക്കായിട്ട് കാണേണ്ട സിനിമയല്ല. കാരണം ആട് 1 ആയാലും ഇപ്പം നീലക്കൊടും വേലിയും സെക്കൻഡിനാണെങ്കിലും മറ്റേ കമ്പട്ടവും വെച്ചിട്ടുള്ള കളികളാണ്. ലോജിക്കായിട്ട് ഈ പടം ചിന്തിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്, ഫൺ, ചിരി. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചിരി തന്നെയാണ്. കാരണം ഈ പടത്തിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഷാജി പാപ്പൻ, സച്ചിൻ ക്ലിറ്റസ്, അറക്കൽ അബു, ഡ്യൂഡ്, അല്ലെ സർവത്ത് ഷമീർ, അല്ലെ പി ശശി, അങ്ങനെ കുറേ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു കണക്ട് ആകുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ഹൈ റേഞ്ച് ഹക്കീം എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ കുറേ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഐഡിയൽ ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളും ഷാജി പാപ്പനും സച്ചിൻ ക്ലിറ്റസും എനിക്ക് ഫേവറേറ്റ് ഉള്ള ആൾക്കാരാണ്. സച്ചിൻ ക്ലിറ്റസ്, അറക്കൽ അബു, ഷാജി പാപ്പൻ, ഡ്യൂഡ്. പക്ഷേ ഈ 4 കഥാപാത്രങ്ങളിൽ ഷാജി പാപ്പൻ്റെ റോള് പോലും കറക്റ്റായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടില്ല. ഒരു ടൈം ട്രാവൽ മൂവിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള കുറേ ഒരു 1.5 മണിക്കൂർ, അസഹനീയമായിട്ടുള്ള 1.5 മണിക്കൂറാണ്. നമുക്ക് ചിരി മിസ്സാവുന്നുണ്ട് ഇതിനകത്ത്. കാരണം അറക്കലപ്പൂ എന്ന് പറഞ്ഞ ആ റോള് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭീകരനായിട്ടൊരാൾ, അർബു ഭീകരൻ എന്നുള്ള ആ ടൈറ്റിൽ സോങ് കണക്ക് എത്തിയിട്ടായാലും ഒരു കോമാളിയായിട്ടാണ് ശരിക്കും ആ പടം മൊത്തം ഉള്ളത്. പക്ഷേ നമുക്ക് അറക്കലപ്പൂനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു കൗണ്ടർ പോലും ആ സിനിമയ്ക്കകത്തില്ല. ഫസ്റ്റ് പാർട്ടിലൊക്കെ അദ്ദേഹം പറയത്തില്ല പിങ്കി മോളെ അതേ ഷാജിയേട്ടൻ മന്ത്രി എന്നൊക്കെ പറയത്തില്ലേ. ഇതിനകത്ത് അയാളെ വേസ്റ്റ് ആക്കി, ഫുള്ളായിട്ട് വേസ്റ്റ് ആക്കിയിരിക്കുകയാണ്. ആ പടം നമുക്ക് ചിരിക്കാനുള്ള സച്ചിൻ ക്ലീസിന്റെ മറ്റേ ധർമ്മജൻ പറയുന്നത് സച്ചിൻ ക്ലിറ്റസിന്റെ കുറച്ച് കൗണ്ടേഴ്സ് മാത്രമാണ് ആ പടം ചിരിക്കാനുള്ളത്. ഷാജി പാപ്പനൊക്കെ വെറും വേസ്റ്റ് ആയിട്ട്. ഷാജി പാപ്പനൊക്കെ ഇന്റർവെൽ വരെ ഷാജി പാപ്പനെ ഫസ്റ്റ് ഇൻട്രോ കാണിച്ചതിന് ശേഷം പിന്നെ മൊത്തം കാണിക്കുന്ന ഏതോ പഴയ കാലഘട്ടത്തിലെ ജയസൂര്യനാണ്. അതും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല. പോസിറ്റീവ് പറയാനാണെങ്കിൽ അവരുടെ ആർട്ട് വർക്കൊക്കെ നല്ലപോലെ ഉണ്ട്. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് ചില കൗണ്ടറുകൾ മാത്രം കൊള്ളാം. ഇപ്പൊ ഒരു മന്ത്രവാദിയെ കാണാൻ പോകുന്ന സീനൊക്കെ ഉണ്ട്, അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ആട് 3 ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫണ്ണാണ്. അതായത് ചിരിക്കുക എന്നുള്ള ലോജിക്സ് വേണ്ട, എല്ലാം പറഞ്ഞ് ചിരിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആക്കി. ഡൂഡ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് ആ പടത്തിലെ. എന്നുവെച്ചാൽ കോമഡി കലർന്ന വില്ലനാണ്. ഡ്യൂഡിനെ ഒന്നും നമുക്ക് ഡ്യൂഡായിട്ടൊന്നും കണക്ട് ആകുന്നില്ല. എന്തൊക്കെയോ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടി കാണിച്ച അതേ കണക്ക് തന്നെ സുലൈമാനെ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വേറൊരാളൊക്കെ, അതായത് ഒന്നുമില്ല, മാറ്റങ്ങളില്ലാതെ ഇങ്ങനെ ഇട്ട് കൂട്ടിക്കലർത്തി വെച്ചിരിക്കുന്ന പടം. സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന ടൈം ട്രാവൽ തന്നെ ഈ സിനിമ എടുത്താൽ മതിയായിരുന്നു. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷെ നല്ലൊരു കൺസെപ്റ്റ് തന്നെ ആയിരുന്നു. അവർ ആ പടം ഒറ്റ പാർട്ടായിട്ട് തന്നെ ഫുള്ള് ഫണ്ണായിട്ട്, അതായത് ഇവർ ഫസ്റ്റ് ക്ലൈമാക്സ് വെച്ചിരിക്കുന്ന ആ സീൻ എടുത്ത് ഇവർ ഇന്റർവൽ ബ്ലോക്ക് ആയിട്ട് വെച്ചിട്ട് ആ സിനിമ ഫുള്ളായിട്ട് പറഞ്ഞു നിർത്തിയിരുന്നാൽ പോലും നല്ല രസമായിരുന്നു ഈ പടം. സത്യമായിട്ടും എനിക്കായാലും എൻ്റെ വൈഫാണ്, ഞങ്ങൾ രണ്ടും കൂടെ പോയി കണ്ടത്. ഒരു 10 പൈസയ്ക്ക് പോലും ഞങ്ങൾക്ക് ഇത് കണക്ട് ആയിട്ടില്ല.